തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദത്തിൽ കടുത്ത നിലപാടുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വടക്കാഞ്ചേരിയിൽ കൂറുമാറിയ ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പണം നൽകി ആളെ പിടിക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരെയും ചാക്കിട്ട് പിടിച്ച് കുതിരക്കച്ചവടം നടത്തുന്ന രീതിയിലോ ഭരണം പിടിച്ചെടുക്കേണ്ട യാതൊരു ത്വരയും CPIM-ന് ഇല്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ജനാധിപത്യ മൂല്യങ്ങളെ പാർട്ടി എപ്പോഴും ഉയർത്തിപ്പിടിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സംഭവത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ശബ്ദരേഖയെക്കുറിച്ചും മറ്റ് ആരോപണങ്ങളെക്കുറിച്ചും പാർട്ടി തലത്തിൽ കൃത്യമായ പരിശോധന നടത്തുമെന്നും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വടക്കാഞ്ചേരിയിലെ ഭരണമാറ്റം സ്വാഭാവികമായ രാഷ്ട്രീയ നീക്കമാണെന്നും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കലർന്നിട്ടില്ലെന്നുമാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട്. മുൻപ് മറ്റത്തൂരിൽ സംഭവിച്ചതുപോലെയുള്ള കുതിരക്കച്ചവട രാഷ്ട്രീയത്തോട് CPIM-ന് ഒരിക്കലും യോജിക്കാനാവില്ല. ജനവിധി പൂർണ്ണമായും അംഗീകരിക്കുന്ന പാർട്ടിയാണ് CPIM. വടക്കാഞ്ചേരിയിൽ LDF ഭരണം നിലനിർത്തിയത് പണം വാഗ്ദാനം ചെയ്തതല്ലെന്നും മറിച്ച് രാഷ്ട്രീയമായ ധാരണകളുടെ പുറത്താണെന്നുമാണ് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തളി ഡിവിഷൻ മെമ്പർ EU ജാഫർ LDF-ന് വോട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണെന്നും അതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ പുറത്തു വന്ന ശബ്ദരേഖയിലെ വിവരങ്ങൾ ഗൗരവകരമാണെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്കും MV ഗോവിന്ദൻ മറുപടി നൽകി. കേസിൽ അന്വേഷണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിലേക്ക് എത്തുമ്പോൾ അന്വേഷണ സംഘത്തെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നിലപാട് അവസരവാദപരമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. മുൻ മുഖ്യമന്ത്രി K കരുണാകരന് പോലും യഥേഷ്ടം കാണാൻ സാധിക്കാതിരുന്ന സോണിയാഗാന്ധിയെ പോലുള്ള ഉന്നത നേതാക്കളെ ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്രകാരമാണ് കണ്ടതെന്ന ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പ്രതികളുടെ കൈവശം സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ലഭിച്ചത് കേസിന് മറ്റൊരു മാനം നൽകുന്നുണ്ട്. ഈ ബന്ധങ്ങൾ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ കോൺഗ്രസ് പരിഭ്രാന്തരാകുകയാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണം അപഹരിച്ചവർ ആരായാലും അവർക്ക് നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും പാർട്ടി അത്തരമൊരു നിലപാടും സ്വീകരിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. കേസിൽ CBI അന്വേഷണം വേണമെന്ന കോൺഗ്രസ് ആവശ്യത്തെക്കുറിച്ച് സംസാരിക്കവേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CBI വേണോ അതോ മറ്റേതെങ്കിലും ഏജൻസി വേണോ എന്നത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അന്വേഷണം സുതാര്യമായി മുന്നോട്ട് പോവുകയാണെന്നും CPIM നേതാക്കളോ മുൻ മന്ത്രിയോ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് കുറ്റവാളി ആയതുകൊണ്ടല്ല മറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. A പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായാലും അവർക്കെതിരെയുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാത്രമേ പാർട്ടി നടപടി സ്വീകരിക്കുകയുള്ളൂ. നിയമത്തിന് മുന്നിൽ ആർക്കും പ്രത്യേക പരിരക്ഷയില്ലെന്നും പാർട്ടി സെക്രട്ടറി അടിവരയിട്ട് പറഞ്ഞു. കൂടാതെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രസ്താവനകളും അംഗീകരിക്കാൻ കഴിയില്ലെന്നും പാർട്ടിയുടെ നയങ്ങളുമായി യോജിക്കുന്നവ മാത്രം സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്കൂളുകളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളിൽ സർക്കാരും SNDP-യും തമ്മിലാണ് ചർച്ചകൾ നടക്കേണ്ടത്. അതിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM ഇടപെടേണ്ട ആവശ്യമില്ല. അമിതമായ ആത്മവിശ്വാസവും പ്രാദേശികമായ ചില വീഴ്ചകളുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് കാരണമെന്നും അദ്ദേഹം വിലയിരുത്തി. ശബരിമല വിവാദം UDF-ഉം BJP-യും രാഷ്ട്രീയ ആയുധമാക്കിയെങ്കിലും ജനങ്ങളെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിയില്ലെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ വടക്കാഞ്ചേരി കോഴ വിവാദത്തിലും ശബരിമല കേസിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ കേരളം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന സൂചനയാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ നൽകുന്നത്. ആരോപണങ്ങൾ തള്ളിക്കളയുമ്പോഴും പാർട്ടി തലത്തിലുള്ള അന്വേഷണം തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് അണികൾക്കിടയിലുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കാനാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നത് പാർട്ടി സമ്മതിക്കുമ്പോഴും അതിനെ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കാം എന്നതിലാണ് ഇപ്പോൾ നേതൃത്വം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. UDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുന്നതിലൂടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കാനാണ് MV ഗോവിന്ദൻ ലക്ഷ്യമിടുന്നത്.